ഹലോ ഫ്രണ്ട്സ്, മൈ ഫ്രോക്സിൽ ഇന്ന് ഞാൻ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് 4 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഈ ലേസ് എങ്ങനെയാണ് ഈ ഫ്രിൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. ഇതൊരു ഡബിൾ സ്ട്രാപ്പുള്ള ഡിസൈനർ ഫ്രോക്കാണ്. അതുപോലെ തന്നെ ഒരു സമ്മർ ഫ്രോക്കും കൂടിയാണ്. ഈ സമയത്തൊക്കെ നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഫ്രോക്കും കൂടിയാണിത്. ഞാൻ ധാരാളം ഫ്രോക്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഫ്രോക്ക് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഫ്രോക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ. ഇത് സാറ്റിൻ സിൽക്കിൻ്റെ ക്ലോത്താണിത്. ഇത് നല്ല കട്ടിയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോത്താണ്. സാധാരണ സാറ്റിൻ അല്ല. സാധാരണ സാറ്റിൻ ആണെങ്കിൽ നമ്മൾ തയ്ച്ചാൽ പെട്ടെന്ന് പോകും. ഇത് അങ്ങനെയല്ല, നല്ല സാറ്റിനാണ്. ഇതിപ്പോൾ ഞാൻ ടോപ്പിനും സ്കേർട്ടിനുമുള്ള പോർഷൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ മെഷർമെൻറ്റ് പറയാം. അതുപോലെ തന്നെ ഇത് ടോപ്പ് പോർഷന് വേണ്ടി മാത്രം, ഞാൻ ടോപ്പിൽ മാത്രം ലൈനിങ് വെക്കുന്നുണ്ട്. കാരണം ഫ്രോക്ക് സ്ട്രാപ്പ് വെച്ചായിട്ടുള്ളത് കൊണ്ട് സ്ട്രാപ്പ് ഉള്ളിൽ പോകത്തക്ക രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ സ്ട്രാപ്പ് പുറത്ത് വെച്ച് തയ്ക്കുന്ന രീതിയായിരുന്നു. ഇതിപ്പോൾ ഉള്ളിൽ പോകുന്നത്, ലൈനിങ്ങിന് ഉള്ളിൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ലൈനിങ് ക്ലോത്തും കൂടി ഉണ്ട്. പിന്നെ ഉള്ളത് ഫ്ലവറും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗൻസ ക്ലോത്താണിത്. ഇതിപ്പോൾ അധികം തുണിയുണ്ട്, നമുക്കൊരു 1/4 മീറ്ററൊക്കെ മതിയാവും. ടോപ്പ് കട്ട് ചെയ്യുന്നതിനുള്ള ക്ലോത്താണ്. അപ്പം ഇതേ മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മൾ ലൈനിങ് ക്ലോത്തും എടുക്കേണ്ടത്. ഇതിന് വന്നിട്ട് 15 ഇഞ്ച് നീളമുണ്ട്, അതുപോലെ 14 ഇഞ്ച് വീതിയുമുള്ള ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കുന്നു. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള പോർഷനാണ്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുമാണ്. വണ്ണം, വീതി എന്ന് പറയുന്നത് നമ്മൾ ഉടുപ്പിൻ്റെ വണ്ണമാണ്. ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അളവ് എനിക്കിവിടെ 12 ഇഞ്ച് മതി. സീം അലവൻസ് കൂട്ടിയാണ് ഞാൻ 14 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറക്കം എന്ന് പറയുന്നത് ഒരു പീസിന് വന്നിട്ട് 7.5 ഇഞ്ച് വരും. ടോട്ടൽ 15 ഇഞ്ച് നീളമുള്ള ക്ലോത്താണ്. 7.5 ഇഞ്ചിൽ നമുക്കൊരു 6.5 ഇഞ്ച് കിട്ടിയാൽ മതി ടോപ്പിൻ്റെ ഇറക്കം. ബാക്കി സീം അലവൻസ് ആണ്. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ തന്നെയുള്ള ലൈനിങ് ക്ലോത്തും കൂടി എടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നു. ഈ മുറിയാത്ത ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് മെഷർമെൻറ്റ് എടുക്കുന്നു. കഴുത്തിൻ്റെ അകലം ഞാനിവിടെ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. 2.25 ഇഞ്ചാണ് കഴുത്തകലം എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 4.5 ഇഞ്ച് വരും. കഴുത്തിൻ്റെ അകലം എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 4 ഇഞ്ചിൽ സ്ട്രാപ്പിൻ്റെ അകലമാണ്. ഈ വീതിക്കാണ് സ്ട്രാപ്പ് വരുന്നത്. ഏകദേശം 1.5-1.25 ഇഞ്ച് വീതി വരും. ഈ 4 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്ക് കൈക്കുഴി 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം സ്ട്രാപ്പിൻ്റെ നീളം 3 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം ടോട്ടൽ 5 ഇഞ്ച് വരും. ഇവിടെ തൊട്ട് താഴെയായിട്ട് ഈ ആം ഹോൾ വരച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. 6 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ 24 ഇഞ്ചാണ്. അപ്പോൾ 1/4 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ബാക്കി സീം അലവൻസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി താഴെ വന്നിട്ടും 6 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വേസ്റ്റിൻ്റെ അളവും 6 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ മെഷർമെൻറ്റ് എടുത്തു. ഇനിയിപ്പോൾ നല്ല ക്ലോത്തും ഇതുപോലെ തന്നെ മടക്കിയിടുക. 4 പീസാക്കിയിട്ട് മടക്കിയിടുക. എന്നിട്ട് ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മീതെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് കട്ടിംഗ് ഒന്നും വരുന്നില്ല. ഈ ആം ഹോൾ മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. നമ്മൾ കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ സ്ട്രാപ്പ് കൂടി കട്ട് ചെയ്തെടുക്കണം. ഇതിന് വെക്കാനുള്ള സ്ട്രാപ്പ് കൂടി ഇതിനുള്ളിൽ പോകത്തക്ക രീതിയിലാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് സ്ട്രാപ്പ് കൂടി കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ സ്ട്രാപ്പിന് എടുത്തിരിക്കുന്ന ക്ലോത്താണ്. ഇത് ഏകദേശം 14.5 ഇഞ്ച് നീളം ഉള്ള ക്ലോത്താണ്. 14.5 ഇഞ്ച് നീളത്തിലും 3.5 ഇഞ്ച് വീതിയിലുമാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ സ്ട്രാപ്പിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി തയ്ക്കുക. അതായത് നല്ല വശം അകത്ത് വരത്തക്ക രീതി, ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിലാണ് തയ്ക്കുക. ഇതാണ് ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതുവഴി ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ട്രാപ്പ് തയ്ച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഒരു സൈഡിൽ കൂടി തയ്ച്ചു. ഇനി നമുക്കിതിനെ റിവേഴ്സ് ചെയ്തെടുക്കാം. ഇത് രണ്ട് സ്ട്രാപ്പിന് കൂടിയുള്ളതാണ് കേട്ടോ. ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് എന്നിട്ട് നല്ല സൈഡ് പുറത്ത് വരത്തക്ക രീതിയിൽ എടുക്കാം. അപ്പോൾ ഈ തയ്യലും അകത്ത് പോകും. ഇപ്പോൾ ഞാൻ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ഉള്ളിൽ പോയി റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ കൃത്യം പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 ക്ലോത്തിനും കൂടി ഉള്ളതാണിത്. ഇത് കൃത്യം പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു സ്ട്രാപ്പ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
ഇത് നമ്മൾ നല്ല തുണിയാണ്, ലൈനിങ് ക്ലോത്ത് അല്ല, നല്ല ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ നല്ല പോർഷൻ ഇതാണ് അകഭാഗം, ഇതാണ് പുറത്ത് കാണുന്ന പോർഷൻ. ഈ പോർഷനിൽ നമ്മൾ ഈ നെക്കിൻ്റെ ഡിസ്റ്റൻസ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2.25 വീതമാണിത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 4.5 ഇഞ്ചായിരുന്നു ടോട്ടൽ കഴുത്തിൻ്റെ അകലം എടുത്തിരുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ ബാൻഡ്, നമ്മളുണ്ടാക്കിയ ഈ ബാൻഡ്, ഈ സ്ട്രിപ്പ് ഇങ്ങനെ വെക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്, തിരിച്ച് ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ താഴേക്ക് വെക്കുക. അത് തുണിയുടെ നല്ല സൈഡിലായിരിക്കണം വെക്കേണ്ടത്. ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ബാൻഡും ഈ പോയിന്റിൽ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ആദ്യം ഈ തുണിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇതുപോലെ ഞാൻ ഈ സ്ട്രിപ്പ് ഇതിൽ വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഈ കാണിച്ച ആ മാർക്കിങ്ങിൻ്റെ ഇങ്ങേക്ക് വേണം തയ്ക്കാൻ, ഇങ്ങോട്ട് വരരുത്, അപ്പോൾ കഴുത്ത് കുടുങ്ങിപ്പോവും. തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ ലൈനിങ് ക്ലോത്ത് നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെക്കുന്നു. കണ്ടോ, ലൈനിങ് ക്ലോത്ത് മുകളിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. ഈ 2 ആം ഹോളും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റിവേഴ്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആദ്യം ഈ സ്ട്രിപ്പ് തയ്ച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് 3 കൂടി ഒന്നിച്ച് വെച്ച് തയ്ച്ചാലും മതി, അല്ലെങ്കിൽ ഇവിടെ ഒരു മുട്ടുസൂചി കുത്തി വെച്ചിട്ട് തയ്ച്ചെടുത്താലും മതി. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇതൊന്ന് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് തീർക്കുക. ഇപ്പോൾ ലൈനിങ് ക്ലോത്ത് ഞാൻ കണ്ടോ ഇതിൻ്റെ മീതെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് റിവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഇരിക്കും. ഇത് തയ്ച്ച ഭാഗം അകത്ത് പോയിട്ട് ഈ കൈയും ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ തയ്യൽ തുമ്പില്ലാതെ തന്നെ ഇരിക്കും. മറ സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട് പീസ് ഇതുപോലെ ഇരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസ്, ഒരു പീസ് കൂടി ഉണ്ടല്ലോ, ബാക്ക് പീസും കൂടി ഉണ്ട്. അപ്പോൾ ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ തയ്ക്കുക. ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് വേണം തയ്ക്കാൻ. ബാക്ക് പീസിൻ്റെയും നല്ല ഭാഗത്ത് ഇതുപോലെ സ്ട്രാപ്പ് വെച്ചിട്ട് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഈ 2 കൈയും ഈ കഴുത്തിൻ്റെ ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതും ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ തയ്യൽ കഴിയും. ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബാക്ക് പീസ് ഇനി റിവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ടോപ്പ് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ പുറമേ കൂടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അപ്പോൾ നല്ല പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് പീസിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസിൽ ബാക്ക് ഓപ്പണിംഗ് വേണം എന്നുള്ളവർക്ക് ഇവിടെ ഒരു 4 ഇഞ്ച് താഴ്ത്തി ഓപ്പണിംഗ് കൊടുത്തിട്ട് സിബ് വെക്കുകയോ അല്ലെങ്കിൽ ഹുക്ക് വെക്കുകയോ ചെയ്യാം. അപ്പോൾ സിബ് വെക്കുന്നതിൻ്റെ മാത്രമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. ഇത് ബാക്ക് പീസിൽ ഓപ്പൺ ആക്കിയിട്ട് സിബോ ഹുക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് സ്കേർട്ടിനുള്ള ക്ലോത്ത്. നമ്മളിപ്പോൾ ആദ്യം ഈ ആകെ എടുത്തിരിക്കുന്ന ക്ലോത്ത് 1 മീറ്റർ ക്ലോത്താണ് ഈ ഫ്രോക്കിന് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വീതിയുള്ള 44 ഇഞ്ചിൻ്റെ തുണി ആയതുകൊണ്ടാണ് 1 മീറ്റർ മതിയായത്. ഇതിലും കുറവാണെങ്കിൽ 1.5 മീറ്റർ വേണ്ടി വരും, വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ. ഇതിപ്പോൾ ഈ ക്ലോത്തിൻ്റെ നീളം ഇത് 2ആയിട്ട് മടക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ക്ലോത്തിൻ്റെ നീളം വന്നിട്ട് 19 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 17 ഇഞ്ചാണ്. ബാക്കി 2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടിയാണ് 19 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ വീതി 25 ഇഞ്ച് ഒരു പീസിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 50 ഇഞ്ച് വീതിയുണ്ട്. ഒരു പീസിന് 25 ഇഞ്ച് വീതിയിലാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെസ്റ്റിന് എടുക്കുന്നതിൻ്റെ നേരെ ഇരട്ടി വീതി എന്ന ഒരു മെഷർമെൻറ്റിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 പീസുണ്ട്. ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ടാണ് ഞാനത് 2 പീസാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മെഷർമെൻറ്റിൽ തന്നെ നീളം 19 ഇഞ്ച് വരുന്നുണ്ട്, വീതി വന്നിട്ട് ഒരു പീസിന് 25 ഇഞ്ച്, അങ്ങനെ 2 പീസുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ പീസ് എന്നിട്ട് നമ്മൾ ടോപ്പിലേക്ക് ഈ ക്ലോത്ത് പ്ലീറ്റ്സ് ഇട്ട് അടിച്ചു കൊടുക്കുക, തയ്ച്ചു കൊടുക്കുക. കണ്ടോ, ആദ്യം ഒരു പീസ് എടുക്കുക, ഫ്രണ്ട് പീസോ ബാക്ക് പീസോ ഒരു പീസ് എടുക്കുക. ഇതിനിപ്പോൾ ശരിക്കും ഫ്രണ്ടും ബാക്കും നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ല. ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഞുറിവ് വെച്ച് ചെറിയ ചെറിയ ഞുറിവുകൾ കൊടുക്കുന്നതാണ് ഭംഗി. ഞാൻ തീരെ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ഫ്രണ്ട് പീസിലേക്കും തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഈ ബാക്ക് പീസിലും ഇതേപോലെ തന്നെ ഞുറിവുകളിട്ട് തയ്ച്ചു കൊടുക്കുക. ടോപ്പിൻ്റെ നല്ല ഭാഗവും ഈ സ്കേർട്ടിൻ്റെ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചു പോവുക.
ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കാൻ അറിയാത്തവർ ആദ്യമേ തന്നെ ഇത് പ്ലീറ്റ്സ് എടുത്ത് തയ്ച്ച് വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിച്ചാലും മതി. ഇതുപോലെ ഫ്രണ്ടും ബാക്കും 2 പീസുകളും ഒരുപോലെ തയ്ച്ചെടുക്കും. ഇപ്പോൾ ഞാൻ എന്താ സ്കേർട്ടിൻ്റെ പോർഷൻ 2 പീസിലും തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 സൈഡും ടോപ്പ് തൊട്ട് സ്കേർട്ടിൻ്റെ എൻഡ് വരെയും തയ്ക്കുക. ഈ 2 പോർഷൻ ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ സ്കേർട്ടിൻ്റെ എൻഡ് വരെ തയ്ക്കുക. അതേപോലെ തന്നെ മറ സൈഡും ഈ പോർഷനും യോജിപ്പിക്കുക. അതിനുശേഷം അടിഭാഗം മടക്കി തയ്ക്കുക. ഇങ്ങനെ അടിഭാഗം മടക്കി തയ്ക്കുക. ഫ്രോക്കിൻ്റെ 2 സൈഡും ദേ കണ്ടോ കൂട്ടി തയ്ച്ചിട്ടുണ്ട്, അതുപോലെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്കിൻ്റെ തയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഞാനിവിടെ താഴെയായിട്ട് ഫ്രില്ല് വെക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഉടുപ്പിൻ്റെ താഴെയായിട്ട് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന ക്ലോത്താണ്. ഇത് ഓർഗൻസ ക്ലോത്താണ്. അപ്പോൾ ഈ ക്ലോത്ത് താഴത്തെ ഞാൻ ഫ്രണ്ടിൽ മാത്രമേ വെക്കുന്നുള്ളൂ, ഫ്രണ്ട് പീസിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നേരെ ഇരട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, കൂടുതൽ പ്ലീറ്റ്സ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ, കാണാൻ ഭംഗി തന്നെയാണ്. സ്കേർട്ടിൻ്റെ വീതിയുടെ ഇരട്ടിയെങ്കിലും എടുക്കുക, ഈ ലേസിൻ്റെ നീളം എടുക്കുന്നത് ഈ തുണിയുടെ. പിന്നെ അതുപോലെ തന്നെ വീതി ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ രണ്ടായിട്ട് വെച്ച് തയ്ക്കുകയാണ്. ഞാൻ ആ സ്ട്രാപ്പിന് തയ്ച്ച അതേ രീതിയിൽ തന്നെ ഇതിങ്ങനെ തയ്ക്കുന്നു. തയ്ച്ചിട്ട് റിവേഴ്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്രില്ലിനുള്ള ക്ലോത്താണ്. അത് ഞാൻ എന്ത് ചെയ്യണ്ട ഒരു സൈഡ് തയ്ച്ചിട്ട് അകം തയ്ച്ചിട്ട് ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്തു. ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ഇങ്ങനെ തയ്ച്ച് ഇത് ഫ്രില്ല് പോലെ ചെയ്യാം. അതിൻ്റെ ഈ സെൻറ്ററിൽ കൂടി ഇത് മെഷീനിൽ വെച്ച് വേണമെങ്കിലും പ്ലീറ്റ്സ് കൊടുത്ത് ചെയ്യാം. ഇതുപോലെ കൈകൊണ്ട് കൈത്തയ്യലും തയ്ക്കാം. ഇതുപോലെ കൈകൊണ്ട് തയ്ച്ചിട്ട് ഉണ്ടോ, ഇതുപോലെ കൈകൊണ്ട് തയ്ച്ചിങ്ങനെ വലിക്കുമ്പോൾ ഇതുപോലെ ഫ്രില്ലായിട്ട് വരും. ഇതിങ്ങനെ നീളത്തിൽ നമ്മൾ തയ്ച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ടതുപോലെ. അതിനുശേഷം നമുക്കിത് ഫ്രോക്കിൽ വെച്ച് തയ്ക്കാം. ഇതിൻ്റെ ഈ ഫ്രില്ല് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റഫിൾഡ് ഫ്രില്ലാണിത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമ്മളിതിൻ്റെ മേളിൽ കൂടി മെഷീൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം ഞാൻ ഹാൻഡ് സ്റ്റിച്ച് കൊണ്ട് ഫ്രില്ലിടാൻ പറഞ്ഞത്. മെഷീൻ സ്റ്റിച്ച് കൊണ്ട് ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്താലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഒരു പൂവും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇനി കാണിക്കുന്നത്. ഇത് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള തുണിയാണ്. ഇത് ഓർഗൻസ ക്ലോത്ത് തന്നെയാണ്. ഇതിൽ ഞാൻ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയും വലിപ്പം വേണോ അത്രയും വലിപ്പത്തിൽ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ചോക്ക് ഉപയോഗിച്ച് വട്ടത്തിൽ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ വട്ടത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 6 എണ്ണം എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ വട്ടം വരച്ചിട്ട് വട്ടത്തിലുള്ള ഇതുപോലെയുള്ള 6 പീസ് എടുത്തിട്ട് ഇതിൽ ഓരോ പീസും ഇതുപോലെ മടക്കുക. ആദ്യം ഇങ്ങനെയും മടക്കുക. എന്നിട്ട് ഇതുപോലെ മുട്ടുസൂചി കുത്തി വെക്കുക. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്ന ഫ്രോക്കിൽ ഇതുപോലെ ഫുള്ള് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതുപോലെ ഞാൻ ഈ 6 പീസും ഇതേപോലെ മടക്കി മുട്ടുസൂചി കുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണിത്. ഒരു ക്ലോത്ത് ഞാൻ ഓർഗൻസയുടെ തന്നെ ഒരു ക്ലോത്ത് വെട്ടി 4ആയിട്ട് മടക്കിയിട്ട് ഒരു ബേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളിങ്ങനെ ഓരോ പെറ്റൽസും ഇതുപോലെ വെച്ചിട്ട് തയ്ക്കുന്നത്. കാരണം ഇത് ബേസ് ഞാൻ ഈ സെയിം ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ ഇത്തിരി കട്ടിയുള്ള തുണി വെച്ചാൽ അത് ചിലപ്പോൾ പുറമേ കാണും, അതൊരു അഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഈ സെയിം ക്ലോത്ത് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിങ്ങനെ ഓരോ പെറ്റൽസും വെച്ചിട്ട് കൈകൊണ്ട് സൂചി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്താലും മതി. പക്ഷേ ഗ്ലൂ ഗണ്ണിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നായിട്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇളകി പോവില്ല ഒരിക്കലും. 5 പെറ്റൽസും ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. 6 പെറ്റൽസ് എടുക്കാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഇതുപോലെ 5 പെറ്റൽസ് വെച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു പെറ്റൽ ഇങ്ങനെ മുകളിലായിട്ടും വെച്ച് ഇങ്ങനെയും കൂടെ വെച്ച് തയ്ക്കുക. ഈ മുട്ടുസൂചി ഊരി കഴിയുമ്പോൾ നല്ല വിടർന്ന് നിൽക്കും. ഇങ്ങനെ മുകളിലേക്ക് ഉയർന്ന് നിൽക്കത്തക്ക രീതിയിലും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഓരോ പെറ്റൽസും വട്ടത്തിൽ ചെയ്തിട്ട് നടുക്ക് ഒരെണ്ണം വെച്ചിട്ട് തയ്ച്ചിരിക്കുകയാണ്. സൂചി ഊരിയിട്ടില്ല, ഇതിൽ നിന്ന് നടുക്ക് ഇതേൽ വെച്ച് തയ്ച്ചിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ 2 ഷെയ്ഡുള്ള 2 റിബൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കി ഈ പൂവിൻ്റെ പുറകുവശത്തായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്തിട്ട് പൂവ് ഈ ഫ്രോക്കിലേക്ക് വെച്ച് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലവർ ഫിറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഓർഗൻസ റിബണും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയുള്ള നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള
ഒരു ഉടുപ്പാണിത്. കല്യാണങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള ഉടുപ്പ് കുറേ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ചെയ്തിട്ട് ഈ ഫ്ലവറും ലേസും മാത്രം പല കളറിലുള്ളത് വെച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഫ്രോക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കൊക്കെ തന്നെ ആയിരിക്കും എന്നറിയാം. അതുപോലെ തന്നെ എനിക്കും തിരക്കാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാനും ഉണ്ടാവില്ല. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.